ആ ഡിഗാമ കൊട്ടാരത്തിനകത്തേ ഒരാട്ടാൻ ഭൂതമുണ്ട്. നല്ലൊരു ഫിലിമാണ്. ലാലേട്ടൻ ഡയറക്ടറിനെ ശരിക്കും കാണാം. പുള്ളി റെഫറൻസ് ഇല്ലാതെ പടം ചെയ്യുന്നു. നന്നേ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അഭിനയവും നല്ല സെറ്റപ്പും. ഞാൻ ഫെറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇനി ലാലേട്ടൻ മമ്മൂക്കിനും താർക്കാൻ മമ്മൂക്ക് നേരത്തെ ഉണ്ട്, രണ്ടുപേരും താർക്കാൻ പോവാണ്. വിഷ്വൽസൊക്കെ നല്ല പക്കയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ടച്ച് അതിനകത്ത് കൃത്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇല്ല, വെറുതെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അവധിക്കാല ക്രിസ്മസ് ചിത്രം തന്നെയാണ് ബറോസ്. അടിപൊളിയാണ്. ലാലേട്ടന്റെ എല്ലാവരും ഇതുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇതൊരു ഫാന്റസി മൂവിയാണ്. അല്ലാണ്ട് ഫാൻസിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മൂവി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് അടിപൊളിയായിട്ട് തോന്നുന്നു. പിന്നെ പിള്ളേരെ പടമല്ലോ, അതിൻ്റെതായ രീതിയിൽ സെറ്റപ്പിൽ പോകണം. കുഴപ്പമില്ല, സ്റ്റോറി നല്ലതാ, രക്ഷയില്ല, കുട്ടികൾക്ക് പറ്റിയ. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. ലാലേട്ടൻ കൊള്ളാം. പിള്ളേരുടെ രീതി കാണണം. കിഡ്സിന്റെ പടമാണ്. ഒരു വൺ ടൈം വാച്ചിന് കൊള്ളാം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇതൊന്നും വരില്ല, പക്ഷെ ഒരു മാജിക്കൽ മൂവിയാണ്. നല്ല കുഴപ്പമില്ല. ഫാന്റസി മൂവിയാണ്. അറ്റംപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. കിഡ്സിന് വേണ്ടി വളരെ സൂട്ടബിൾ ആണ്. ഡയറക്ഷൻ ആയാലും 3D ഒക്കെ പക്ക, ഒരു രക്ഷയില്ല, അന്യായം. പക്ഷേ പക്ക ഒരു രക്ഷയില്ല. ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ലാലേട്ടന്റെ 47 വർഷത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഡയറക്ഷനിൽ ആദ്യ സിനിമയാണ്. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സിനിമയിൽ. പറ്റുന്നില്ല, ആ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ വർക്കായിട്ടില്ല.